തൃശൂർ വാഴച്ചാൽ ഡിവിഷന് കീഴിലുള്ള വനഭൂമി വീണ്ടും പാട്ടത്തിന് നൽകിയ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നടപടി വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് പരാതി. അതിരപ്പള്ളി കല്ലാൽ എസ്റ്റേറ്റുകളിലെ 1553 ഏക്കർ ഭൂമിയാണ് ഉപകരാറിലൂടെ കൈമാറ്റം ചെയ്തത്. പാട്ടക്കരാർ അവസാനിച്ചിട്ടും ഭൂമി തിരികെ നൽകാൻ തയ്യാറാകാത്ത പ്ലാന്റേഷൻ കോർപ്പറേഷൻ വീണ്ടും കൃഷി ചെയ്യാൻ അനുമതി തേടിയിട്ടില്ലെന്നും വനവകുപ്പ് വ്യക്തമാക്കുന്നു. കാലടി പ്ലാന്റേഷൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന കല്ലാല അതിരപ്പള്ളി എസ്റ്റേറ്റുകൾ 1966 വനവകുപ്പ് പ്ലാന്റേഷന് കൈമാറുന്നത്. 10,000 ഏക്കറോളം ഭൂമി 50 വർഷ കാലയളവിൽ നിസാര പാട്ടം വ്യവസ്ഥകളിലായിരുന്നു പ്ലാന്റേഷൻ ഏറ്റെടുത്തത്. വർഷങ്ങളോളം എണ്ണപ്പനയും പൈനാപ്പിളും കൃഷി ചെയ്ത തോട്ടങ്ങളുടെ പാട്ടക്കാലാവധി 2016 അവസാനിച്ചു. എന്നാൽ ഭൂമി തിരികെ നൽകാൻ പ്ലാന്റേഷൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വനംവകുപ്പിന്റെ പരാതി. മഴക്കാലം ആയതോടുകൂടി അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗത്ത് വന്യജീവി സംഘർഷം, നിലവിൽ ആനകൾ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു വിഷയമുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ കോറിഡോറുകളുടെ കണക്ടിവിറ്റി ഇല്ലാത്തതാണ്. കോറിഡോർ കണക്ടിവിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ലഘൂകരിക്കുവാനും കുറയ്ക്കുവാനും സാധിക്കുമായിരുന്നു. PCKയുടെ ഭാഗത്തുള്ള ഒരു പൈനാപ്പിൾ കൃഷിയോട് ചേർന്ന് ചെയ്യുന്ന സോളാർ ഫെൻസിംഗ് ഒക്കെ ആനയുടെ ഫ്രീ മൂവ്മെന്റിനെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ഒരു സ്വൈരവിഹാരത്തിന് ആവശ്യമായ ഒരു കോറിഡോർ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ശാശ്വതമായി പരിഹരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് വനം വകുപ്പ്. മേഖലയിൽ അനധികൃത പ്രവർത്തനങ്ങൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവുണ്ട്. ഇത് മറികടന്നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൈയടക്കിയ 1553 ഏക്കർ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷി നടക്കുന്നത്. പാട്ടക്കാലാവധി കഴിഞ്ഞ വനഭൂമിയിൽ കൃഷി ചെയ്യാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം. ഈ അനുമതി ലഭിക്കും മുൻപ് ഉപകരാറുകൾ നൽകിയ കോർപ്പറേഷൻ നടപടി ചട്ടവിരുദ്ധമാണെന്നും വനവകുപ്പ് അധികൃതർ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.